بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പിതാക്കളായ സഹോദരിമാരെ, വിശ്വാസികൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരായത്താണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم يوم ترونها تذهل كل مرضعة عما أرضعت يوم ترونها تذهل كل مرضعة عما أرضعت. ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ അപ്പൊ ശ്രദ്ധിക്കണേ, അല്ല അത് يوم ترونها تذهل كل مرضعة عما أرضعت يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها ذات حمل عما أرضعت وتضع كل ذات حمل حملها عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى حملها وترى الناس سكارى حملها وترى الناس سكارى حملها وترى الناس سكارى وترى الناس سكارى وما هم بسكارى 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 ولكن عذاب الله شديد وما هم بسكارى ولكن عذاب الله شديد وما هم بسكارى ولكن عذاب الله شديد بسكارى ولكن عذاب الله شديد. നമുക്ക് ഈ ആയത്തിൽ നിർത്താനുള്ള ചിഹ്നമൊന്നും അവിടെ ഇല്ല. നമ്മൾ തൽക്കാലം നിർത്തി എടുത്ത് ഓതിയാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ചിലർക്ക് ശ്വാസം നല്ലതായിട്ട് നീട്ടി ഓതാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭാഗത്ത് ഓതാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓതുക. ഏതായാലും നിർത്തുമ്പോൾ അതിന് ആ നിർത്തുന്നൊരു നിയമമുണ്ട്. സുപ്പ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ നിർത്തി വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് എടുത്തു ഓതുക. നമ്മൾ കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് 2-3 ഭാഗത്തൊക്കെ നിർത്തിയത്. അപ്പോൾ ഇവിടെ എന്തില്ല, ചിഹ്നം ഇല്ലാത്തതുകൊണ്ടാണ്. ഖുർആനിൽ ചിഹ്നമല്ല. അപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ ഈ ആയിട്ട് ഒറ്റ ശ്വാസം എന്ത് ചെയ്യും, ഖുർആനൊക്കെ കേട്ടാൽ ഒന്ന് കഴിവുള്ളവരുണ്ട്. അത് പരിഭാഷ നമ്മൾ ശ്രദ്ധിക്കണം. പരിഭാഷ നിങ്ങൾ ഖുർആൻ കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് പരിഭാഷ കൊടുത്താണ്. നമ്മൾ സത്യത്തിൽ എല്ലാവരും ഖുർആൻ കൊണ്ടുവരണം. അപ്പോൾ കയ്യും വീശി വരുന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരിഭാഷ കൊടുത്തത് മാത്രമാണ്. ഒരു ഡയറിയോ നോട്ടോ കൊണ്ടുവന്നിട്ട് പരിഭാഷ എഴുതിയെടുക്കുന്ന സംവിധാനമാണ് ഖുർആൻ ലേണിംഗ് ഹദീസ്. ഇത് കൊടുക്കാൻ പാടില്ല എന്നാണ് ശരിക്കും. പക്ഷേ ഇതെന്താണ്, നമ്മുടെ കുറച്ചുകൂടി സമയം, നമ്മുടെ ചുരുങ്ങിയ സമയമല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് അവസാനം എന്ത് ചെയ്യുക, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയം, കാരണം വൈഡായി പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ പോകും. ഉണ്ടാവും, സംശയം ഉണ്ടാവണം.
അത് ഒന്ന് ജസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരു ക്ലാസ്സിന്റെ അവസാനത്തിൽ 10 മിനിറ്റ് സമയം തരാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മറക്കരുത്, അത് നോട്ട് ചെയ്യാം. അപ്പൊ നോക്കാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയത് ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അദീം, വമ്പിച്ച ഭയങ്കരമായ ഒരു സംഭവമാണ് അന്ത്യനാള്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്നിട്ട് അതിന്റെ അങ്ങനെ അന്ത്യനാള് സംഭവിച്ചാൽ, അല്ലെങ്കിൽ അന്ത്യനാളിന്റെ അടുത്താല് അന്ത്യനാള് സംഭവിച്ചാൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഈ ആയത്. അത് സംഭവിച്ചു, പെട്ടെന്ന് അന്ത്യനാള് സംഭവിച്ചു, എന്താണ് ഇവിടുത്തെ അവസ്ഥ ഉണ്ടാകുക, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് ഗൗരവം. അപ്പൊ അത് അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന ചില ശൈലിയിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില ശൈലിയിലാണ് ചില ഭാഗത്ത് സംസാരിക്കുന്നത്. നോക്കുക, യൗമ തറൗനഹ, യൗമ ആ ദിവസം, തറൗനഹ നിങ്ങൾ അത് കാണുന്ന ദിവസം. ഈ ഹാ എന്നുള്ളത് സായത്തിലേക്കാ പോലും. അത് അതായത് അന്ത്യനാള് അങ്ങനെ സംഭവിക്കും. ആ ദിവസത്ത് അങ്ങനെ സംഭവിക്കുന്ന എന്താ കാണുന്നത്, നിങ്ങൾ കാണുന്നത് ശ്രദ്ധിക്കുന്നുള്ളൂ അല്ലേ? അതാണ് ഒരു പുതിയൊരു പദം. എന്ന് വെച്ചാൽ സാധാരണ നമ്മള് വളരെ റയറായിട്ട് വരുന്നൊരു പദമാണ് നിങ്ങൾ അശ്രദ്ധയിലാകും, അല്ലെങ്കിൽ അന്തം വിട്ടുപോകും. അങ്ങനെ പിന്നെ എന്താ പറയാ, ഭയാനകമാണല്ലോ. അപ്പൊ പിന്നെ അശ്രദ്ധയും അന്തം വിട്ടുപോകുന്ന ഒരു ഇതാണ്. എന്താണ് ആരന്തം വിട്ടുപോകും, ആരശ്രദ്ധയിലാകും? സ്ത്രീയെ കുറിച്ചാണ്. അശ്രദ്ധയിലാകും, അന്തം വിട്ടുപോകും. കുല്ലു മുർലിഅത്തിൻ, എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും. അതിന്റെ ഗൗരവം ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കണം. അതിന്റെ ഗൗരവം ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് പറയും മനസ്സിലാകും. കുല്ലു മുർലിഅ, എല്ലാ പാല് കൊടുക്കുന്ന സ്ത്രീകളും. അവൾ മുല കൊടുക്കുന്നതിനെ, അതായത് മുല കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വെച്ചാൽ ബ്രാക്കറ്റ് കൊടുത്തത് കുട്ടിയെ, ആർക്കാണ്? കുട്ടിക്കാണ്. കുട്ടിയെ സംബന്ധിച്ച്, കുട്ടിയെ കുറിച്ച് എന്താവും? അശ്രദ്ധയിലാവും. അതായത് ഒരു കുട്ടിക്ക് ഉമ്മ പാല് കൊടുക്കുകയാണ്. അപ്പൊ ഈ ദുനിയാവിലെ സ്നേഹബന്ധങ്ങളുടെ, അതല്ലെങ്കിൽ ഇഷ്ടങ്ങളുടെ ഏറ്റവും ടോപ്പാണ്. അതിന് വലിയൊന്നുമില്ല. ഒരാൾ മറ്റൊരാൾക്കുള്ള സ്നേഹം വേറല്ല ദുനിയാവിൽ. ഇനി അതിനും വലിയ സ്നേഹമില്ല. ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല വേറല്ല. അപ്പൊ അത്രയും വലിയ ആ സ്നേഹബന്ധത്തിൽ പോലും എന്ത് ചെയ്യും? കുട്ടിയെ കുറിച്ച് എന്ത് ചെയ്യും? ശ്രദ്ധിക്കൂലാന്ന്. കുട്ടിയെ ശ്രദ്ധിക്കും. അതാണ് പറഞ്ഞു. ഞാൻ ഒരു ഹദീസിൽ പറയാൻ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നു. അശ്രദ്ധയിലാണ്. മാത്രമല്ല വാക്കർത്ഥം വെക്കും എന്നാണ്. വെക്കും, അവൾ വെക്കും എന്നാണ്. ഇവിടെ ഉദ്ദേശം പ്രസവിക്കും. അവിടെ സാധാരണ അർത്ഥം നമ്മൾ വെക്കുക. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അവൾ പ്രസവിക്കും. കുല്ലു ദാത്തി ഹംലിൻ, എല്ലാ ഗർഭിണികളും. ഹംലി എന്ന് പറഞ്ഞാൽ ചുമക്കുക എന്ന അർത്ഥം. ഗർഭം ചുമക്കുക. അറബിയില് പിന്നെ ഗർഭിണിക്ക് ഹാമില എന്ന് പറയും. എന്താണ് ഹാമില? എഴുതി കൊടുത്തത് ഹാമില. നമ്മൾ ആമിൽ എന്ന് പറയും. ആമിൽ അതായത് ജോലിക്ക, തൊഴിലാളി. ആമിൽ ഉമ്മാലിനൊക്കെ പറയും. ഇത് ഹാമില. അപ്പോ ഗർഭം ചുമക്കുന്ന എല്ലാ സ്ത്രീകളും ഹംലഹ, അവളുടെ ഗർഭം എന്ത് ചെയ്യും? പ്രസവിക്കും. അപ്പോ ഈ ഭയാനകത കൊണ്ട് ഒരു സ്ത്രീയുടെ ഗർഭം എത്രയാണോ, 1 മാസമാണോ, 2 മാസമാണോ, 3 മാസമാണോ, അല്ലെങ്കിൽ എത്രയായാലും അത് ഈ ഭീകരമായ ശബ്ദം കൊണ്ട്, അല്ലെങ്കിൽ ഭയാനകത കൊണ്ട് പ്രസവിച്ചു പോകുന്ന ഒരു ദിവസം. മാത്രമല്ല നിനക്ക് കാണാം, അല്ലെങ്കിൽ നീ കാണും. അന്നാസ്, ജനങ്ങളെ. അപ്പൊ ജനങ്ങളെ നിനക്ക് കാണാം. സുക്കാറ, നമ്മൾ അറബിയില് പഞ്ചസാര, ഷുഗർ അല്ലെ, സുക്കർ എന്ന് പറയും അറബിയിൽ. സുക്കർ എന്നതിന് അറബിയിൽ ഷുഗർ എന്താ പറയാ?
അതിനെ സുക്കർ എന്ന് തന്നെ പറയാം. അപ്പൊ ഇവിടെ ഉദ്ദേശം വെച്ചാൽ ലഹരി ബാധിക്കും. ലഹരി ബാധിക്കും. ഇപ്പൊ ജനങ്ങളെ നിനക്ക് കാണാം ലഹരി ബാധിച്ചവരായിട്ട് കാണാം, സുക്കാറ. പക്ഷേ അവരല്ല ശരിക്ക് ലഹരി ബാധിച്ചവരല്ല. പക്ഷെ അതുപോലെയാണ് ലഹരി ബാധിച്ചവർ സംഭവിക്കാം. അതായത് കാലുകള് അല്ലെ, കാലിങ്ങനെ ആടിയിട്ടും ശരീരം ബോഡിയൊക്കെ ഇങ്ങനെ അങ്ങനെ ആടിയിട്ടും കുഴഞ്ഞിട്ടും അങ്ങനല്ലേ, അതായത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇതാണ് സംഭവിക്കുമ്പോഴേ പുരുഷന്മാരെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി വീടാൻ പോകുന്ന പോലെയും അല്ല. അതുകൊണ്ട് ഇത് ലഹരി ഇത് കാണാം, ആൾക്കാർക്ക് ലഹരി ബാധിച്ചിട്ട് അങ്ങനെ കൈകാലം കുഴഞ്ഞ് വീഴുന്ന പോലെയൊക്കെ കാണും. പക്ഷെ സത്യത്തിൽ ഒമാഹുബി സുക്കാർ അവർ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവർ ലഹരി ബാധിച്ചവരല്ല. പക്ഷെ ഈ ഇതിന്റെ പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷ അദാബല്ലാഹി ശദീദ്, കഠിനമാണ്, ശക്തമാണ്. ശദീദ് ഒന്നുകൂടി നോക്കുക. ഞാൻ അറബി വായിക്കും, നിങ്ങൾ അർത്ഥം പറയാം മനസ്സിലാക്കാൻ വേണ്ടിട്ട്. യൗമ തറൗനഹ, എല്ലാവരും വായിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. യൗമ തറൗനഹ, നിങ്ങൾ അതിന് മലയാളം ഉണ്ട്, നിങ്ങൾ മലയാളം വായിച്ചാൽ ഞാൻ അറബി പറയാം. ശബ്ദം പോരാട്ടോ. അങ്ങനെ എന്ത് വായിച്ചോളൂ. എല്ലാ മുല കൊടുക്കുന്നവളും അവൾ മുല കൊടുക്കുന്നതിനെ പ്രസവിക്കുകയും ചെയ്യും. എല്ലാ ഗർഭവതികളും അവളുടെ ഗർഭത്തെ നീ കാണും, നിനക്ക് കാണാം മനുഷ്യരെ അവരല്ല ലഹരി ബാധിച്ചവരല്ല. കഠിനമായതാണ്. നേരത്തെ കാലം കുറച്ച് 1, 2, 3 വരെയുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചു എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് പരിശ്രമിക്കുക. നമ്മളെന്താ അറിയോ, അതായത് ഇതാണ് ഹദീസ്. ഒരു ഹദീസ്, ആ ഹദീസ് ഭയങ്കര സ്വാധീനമാണ്. എന്ന് വെച്ചാൽ ഒരാള് നന്മയെ ആഗ്രഹിച്ചാല് അള്ളാഹു ഒരു നൽകുമെന്നാണ്. അയാൾക്ക് ആദ്യം ഇന്റൻഷൻ ഉണ്ടാവും, ഒരു നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ അറിയില്ലേ, ഒരാൾക്ക് സ്വയം തോന്നണം. ആദ്യം തന്നെ അയാൾ നോക്കിയിട്ട് ഇതൊന്നും പഠിക്കാൻ പറ്റും തോന്നില്ല, അടുത്ത ആഴ്ച അയാൾക്ക് പഠിക്കാൻ പറ്റില്ല. മനസ്സിലാട്ടോ? ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ശ്രമിക്കണം. എന്തായാലും അന്ന് ആൾക്ക് എന്ത് ചെയ്യല്ല. ഇപ്പൊ എങ്ങനെ ഈ 2 തോട്ടിൽ ഏതാ വന്നെന്ന് എനിക്ക് അറിയില്ല. അതിനനുസരിച്ചായിരിക്കും പഠനം. ഞാൻ പറഞ്ഞ അത് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ വിഷയത്തിലും അത് കോമൺ ആണ്. എല്ലാ വിഷയത്തിലും ഈ ഒരു ചിന്ത, എന്ത് നല്ല കാര്യങ്ങൾക്കും നെഗറ്റീവ് മൈൻഡ് പാടില്ല. നല്ല കാര്യത്തിൽ എന്തില്ല നെഗറ്റീവ് മൈൻഡ്. എടാ തഹജ്ജുദൊക്കെ നിസ്കരിക്കും, എടുക്കാൻ പറ്റും തോന്നിക്കാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ശ്രമിക്കാം. മനസ്സിലാണോ? അതാണ്. അതപ്പോ നമ്മുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും നമുക്ക് ചെയ്യുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട തത്വം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യാം, ശ്രമിക്കാം, ചുരുക്കി പഠിക്കാം. പിന്നെ അങ്ങനെ ചെറിയ അബദ്ധങ്ങൾ വീഴ്ചകളൊക്കെ വരിക നമുക്ക് പരിഹരിക്കാം. ശരി, നോക്കാം. നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അന്ത്യനാള് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ പറഞ്ഞൊരു വിഷയത്തിന്റെ വിശദീകരണമായിട്ടാണ് വരുന്നത്. നോക്കാം. ഒരു ഹദീസ് പറയാതെ പറഞ്ഞു. അതായത് അന്ത്യനാള് അത് നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ല ക്ലാസ്സിൽ, ഈമാനും ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, ഈമാൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സൂറത്ത് മദനി സൂറ പറഞ്ഞു, മദീനയിൽ അവതരിച്ച സൂറത്താണ്. എന്നാലും മക്കയിൽ ഈ 10-13 വർഷം പഠിപ്പിക്കപ്പെട്ടത് ഈമാൻ കാര്യങ്ങളായിരുന്നു. ഈമാൻ കാര്യപ്പെട്ടതാണ് പറഞ്ഞ യൗമുൽ ആഖിർ.
അപ്പൊ ഈമാൻ കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ഒരു അമലും ആരും സ്വീകരിക്കില്ല എന്ന് വെച്ചാണ് അത് സ്വീകരിക്കുക. അത് വളരെ പ്രധാനമാണ്. എത്ര സൽക്കർമ്മം ചെയ്താലും ഒരാൾക്ക് അള്ളാഹ് വിശ്വാസമുണ്ട്, നബിമാര് കിതാബിലൊക്കെ വിശ്വാസം, പക്ഷെ അയാൾക്ക് പരലോകത്ത് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവും? അതുകൊണ്ടാണ് ഖുർആന് ഒന്നാമത്തെ രണ്ടാമത്തെ പേജ് സൂറത്തുൽ ബഖറ ഒന്നാമത്തെ പേജിൽ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറഞ്ഞു. അവർ അതായത് മുത്തക്കീങ്ങളായ ആളുകൾ, തക്കുള്ള മുത്തക്കീൻ, നമ്മൾ മുത്തക്കീനാണോ എന്ന് പറയുന്നത്, മുത്തക്കീങ്ങളായ ആളുകൾ അവർ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ദൃഢവിശ്വാസികളാണ്. നല്ല അപ്പൊ അതിന്റെ സ്വാധീനം. അപ്പോ ആ അന്ത്യനാൾ നമ്മൾ പറഞ്ഞു, അന്ത്യനാൾ എപ്പോൾ എന്ന ചോദ്യത്തിന് എന്താണ് പറഞ്ഞു? അത് അള്ളാഹു ആണ്. എന്താ പറയാ? അള്ളാഹു ആണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 5 കാര്യങ്ങൾ ഓർമ്മണ്ടാവും. അള്ളാഹ് അതിലൊന്ന് ഒന്നാണ്. മലക്കുകളിൽ ശ്രേഷ്ഠനാരാണ്? ജിബ്രീൽ അറിയില്ല. മനുഷ്യരിൽ ശ്രേഷ്ഠനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അറിയിച്ചു തന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കും സംഭവിക്കുക എന്നൊരു ഹദീസുണ്ട്. ഏത് വെള്ളിയാഴ്ച? അപ്പൊ അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നടക്കാനുണ്ട്. ഏതായാലും അങ്ങനെ സംഭവിക്കും. അത് ശരിക്കും പഠിച്ചിട്ട് മതി. അമലു സ്വാലിഹാത്തിൽ അത് ഉറപ്പായിട്ട് ചെയ്താൽ മതിയെന്ന് ഒരാള് സ്വതക്കെയാണ്. ഇതൊക്കെ കിട്ടുമോ ആവോ എന്ന് പറഞ്ഞാൽ സാറില്ല, അത് പൊളിഞ്ഞു പോവാണ് സംസാരിക്കുന്നത്. നമ്മള് ചില ആൾക്കാരെന്ന് വെച്ചാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ പ്രസംഗത്തിൽ കേട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല ഇത് പറഞ്ഞാൽ ഗൗരവം മനസ്സിലായ പോയി. അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ ചെറിയ ഹദീസ് ഞാൻ പറഞ്ഞു തന്നു. ചില ഹദീസിലൊക്കെ പറയുമ്പോൾ റസൂൽ പറയും മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നാ തുടങ്ങുക. അള്ളാഹുവിനും പരലോകത്തും വിശ്വാസം ഉണ്ടോ അവൻ ഇത് ചെയ്യത്തെ ആവട്ടെ തുടങ്ങുക. കാരണം അതുണ്ടെങ്കിലും കൂലിയുള്ളൂ. ഞാൻ പറഞ്ഞ അത് അതിന്റെ ഭയാന കഥ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് നമ്മുടെ ഈമാൻ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ മുഅ്മിനീങ്ങളാണെന്നുകൊണ്ട് നമ്മൾ നിലനിർത്താൻ, ആ ഈമാൻ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഏത് സമയത്ത് എന്ത് ചെയ്യാം? നഷ്ടപ്പെട്ടു പോകും. ഏത് സമയത്തും അത് ഉപയോഗിച്ച പറ്റാം. അപ്പൊ നമ്മൾ മരിക്കുന്നത് വരെ അള്ളാഹിനോട് ഈമാനും ഇസ്ലാമും ഇഖ്ലാസും ഒക്കെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ശരി. അപ്പൊ അന്നത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഒന്നാമത് പറയാം, അന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന വെച്ചാൽ ചില കാര്യങ്ങൾ അവരെ ജീവിതവുമായി ടച്ച് ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് അപ്പൊ അവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഖുർആൻ സംസാരിച്ചു. ചിലപ്പോ അതാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ അന്നേ ദിവസം മുല കൊടുക്കുന്ന ഓരോ സ്ത്രീയും തന്റെ കുട്ടിയെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പറയാം, അതിന്റെ ഗൗരവം മനസ്സിലാക്കി. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ ബന്ദികളെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് ബന്ദികൾ പല ഭാഗത്തുകളായിട്ട് നിൽക്കണം. അപ്പോ ഒരു ഉമ്മ പ്രസവിച്ച ഉമ്മയാണ്, അതിന് കുട്ടിയെ കാണാനില്ല. അപ്പൊ ഹദീസിൽ കാണുന്നത് തഹല്ലബ സദിയ എന്ന് പറഞ്ഞാൽ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പാല് വരുന്നുണ്ട്. അപ്പോ കണ്ട കുട്ടി ചെറിയ ആരൊക്കെ കുട്ടികളെ കാണാൻ അവർക്കൊക്കെ പാല് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ തെരയാണ്. അപ്പൊ ഏതൊക്കെ കണ്ട കുട്ടികളെ അവസാനം അതിന്റെ കുട്ടീനെ എന്ത് ചെയ്യാണ്? ആ സ്ത്രീയുടെ കുട്ടീനെ കിട്ടുകയാണ്. അത് കുട്ടികൾ വേഗം മാറിലേക്ക് അടച്ച് പിന്നെ എന്ത് ചെയ്യും? അതൊക്കെ സ്വന്തം അങ്ങനെ പിന്നെ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ കണ്ട് സ്വഹാബികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിങ്ങനെ പറയുന്നത്. അങ്ങനെ ആ ചോദ്യം അങ്ങനെ കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, അത്തദറുന ഹാദിഹി ത്വാരിഹ വരദഹ ഫിന്നാ എന്ന് ചോദിച്ചു. അപ്പോ ആ സ്ത്രീ, ഇപ്പൊ ആ കുട്ടിയെ എടുത്ത് പാൽ കൊടുത്ത സ്ത്രീ ഉണ്ടത്, ആ കുട്ടി തന്റെ ഇപ്പൊ കയ്യിലുള്ള കുട്ടിയെ തീയിലേക്ക് തീയിലേക്ക് വലിച്ചെറിയുന്നു. ആ കുട്ടിയെ അത് ഇത്രയും തെരഞ്ഞു ആ കുട്ടിയെ എടുത്ത് മാടുന്നു പാട്. അപ്പൊ സ്വഹാബികൾ ഒന്നടക്കം പറഞ്ഞു. സ്വഹാബികൾ ഒന്നടക്കം എന്ത് പറഞ്ഞു അറിയോ? റസൂലേ ലാ ഹിയ തഖ്ദിറു അലാ ലാ തത്റുഹ, ഒരിക്കലും ആ സ്ത്രീ എന്ത് ചെയ്യില്ല, ആ കുട്ടിനെ ഒരിക്കലും തീയിലേക്ക് വെച്ചറിയില്ല. അപ്പൊ റസൂൽ പറഞ്ഞു അല്ലാഹു അർഹമു ബിഇബാദി മിൻ ഹാദിഹി വലദി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ ഉമ്മ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അടിമകളോട് ഇഷ്ടമുണ്ട് എന്ന്. അന്ന് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാളെ നരകത്തേക്ക് എറിയില്ല, അത്രയും ഇഷ്ടമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കാര്യം പഠിപ്പിക്കുക. എറിയും. പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യം അത്ര ഇഷ്ടമാണ് ആരോട്? ഇവിടെ മൊത്തത്തിലാ പറഞ്ഞത്. അള്ളാഹു അർഹമു ബിഇബാദിഹി എന്ന് പറയുന്നത് അടിമകളോട് എല്ലാരും പൊട്ടും. അത്ര ഇഷ്ടമാണ് അള്ളാഹ് കാരുണ്യം.
അതുകൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്, അതുകൊണ്ടാണ് നബി അയച്ചത്, അതുകൊണ്ടാണ് എക്സ്ക്യൂസുകൾ വിട്ടുവീഴ്ച, അതുകൊണ്ടാണ് അള്ളാഹു തവ്വാബായത്, അള്ളാഹ് പുറത്തിരുന്നൊക്കെ കാരുണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ അള്ളാഹ് കൊച്ചതേ കഴിഞ്ഞു, ഇതിന്റെ അവസാനം കഴിഞ്ഞ് പറഞ്ഞ പോലെ അള്ളാഹ് ഏതുവരെ കാത്തിരിക്കുന്നു വെച്ചാൽ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുന്നവരെയും തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെയും എന്ത് ചെയ്യല്ല അപ്പൊ പറഞ്ഞ ആ 100 പേരെ കൊന്നവരും സ്വർഗത്തിലാണ് അല്ലേ? നമ്മളെ സംഭവം അറിയാത്തൊരു കാരണം അത്രയും കാരുണ്യമാണ്. അപ്പൊ ഇവിടെ ആ ഹദീസ് പറഞ്ഞത് രണ്ട്, ഒന്ന് ഒരു സ്നേഹബന്ധത്തിന്റെ ഏറ്റവും ഒരു മൂർധന്യ, ഇനി അതിലും അപ്പുറത്തില്ല എന്ത് ദുനിയാവിൽ ഒരു ഉമ്മ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം, ചെറിയ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട് അല്ലേ? പറഞ്ഞത് ആ സ്റ്റേജ് കടന്നു വന്ന അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നതിനെ സംബന്ധിച്ച് അറിയാം എന്തെല്ലോ പ്രയാസം എന്തെല്ലാം, പക്ഷെ എന്നാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല, ചിലപ്പോൾ അവരവരുടേതായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ, എന്നാൽ പോലും ആ കുട്ടിയോട് എന്ത് തോന്നില്ല, ഉറക്കം പോകും, പലതും അവര് മാനസികാവസ്ഥ അവര് എല്ലാം നഷ്ടാകും. അതാണ് അതുകൊണ്ട് ഖുർആൻ എടുത്തു പറഞ്ഞത്, ഉമ്മയെ കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ ഖുർആൻ എടുത്തു പറഞ്ഞു വസൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, പിന്നെ വഫിസാലുഹു ഫി ആമൈൻ, 2 വർഷം ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നതും എടുത്തു പറഞ്ഞു. അന്ന് എടുത്തു പറയണ ആ ഭാഗം, അന്ന് എടുത്തു പറയണം ആ ഭാഗം എടുത്തിങ്ങനെ ആ 2 വർഷം എന്നുള്ളത്, അതാണ് ഒരു ഉമ്മാക്ക് അന്ന് ഉപ്പയേക്കാൾ 3 സ്ഥാനം കൂടുതൽ കൊടുക്കാനുള്ള 3 കാര്യങ്ങളൊന്നാണ്. നമ്മൾ സാധാരണ പ്രസംഗത്തിൽ കേൾക്കുമല്ലോ, ഒരു എന്റെ കടമ ആരോടാണ്, ഞങ്ങൾ ചോദിക്കണ്ടില്ലേ, ഉമ്മാനോട്, പിന്നെയും ചോദിച്ചു ഉമ്മാനോട്. അപ്പൊ ആ പണ്ഡിതന്മാർ ഈ 3 എന്താണ് പറയാൻ കാരണം ചോദിച്ചപ്പോ, 1 ഗർഭം ചുമന്നു, എന്താണ് അതാരും ചുമക്കുന്നില്ല, അതാണ്. 2 പ്രസവം, 3 മുലകുടിക്കാരൻ, ഇതാണ്. അതാണ് പണ്ഡിതന്മാർ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഉപ്പാനേക്കാളും പിന്നെ കുറച്ചുകൂടി അള്ളാഹ് മുൻഗണന കൊടുത്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ദൂരമാണ്. അപ്പൊ ഇവിടെ അതാണ് എടുത്ത് പറഞ്ഞത്, ഗർഭം ഓരോന്നും തന്റെ കുട്ടിയെ കുറിച്ച്. ഇനി നമുക്ക് പരലോകത്തെ കുറിച്ചാണ്. ഇത് മാത്രമല്ല, ഇത് പരലോകം സംഭവിച്ചാലും ശരി, കാരണം ഒരാൾ എന്തില്ല, ഒരാൾ രക്ഷപ്പെടുത്താൻ നോക്കി. ഇപ്പൊ ഇവിടെ ഒരു അപകടം സംഭവിച്ചാൽ, ഇവിടെ എന്ത് സംഭവിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില സംഭവം കാണാം, കുട്ടികളൊക്കെ നമുക്കറിയാലോ, പിന്നെ ഈ പ്രളയവും അതുപോലെ തന്നെ പലതൊക്കെ വന്നപ്പോൾ പല ഉമ്മമാരും കുട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു, കുട്ടികളെ രക്ഷപ്പെടുത്തി, ഉമ്മമാര് മരിച്ച പല സംഭവങ്ങളും. കാരണം മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പലരും ഉമ്മമാരും തീർന്നുണ്ട് ഈ ലോകത്ത് ഇവിടെ പറഞ്ഞത്, ഇവിടെ പരീക്ഷത്തിൽ രക്ഷപ്പെടാൻ. പക്ഷെ പരലോകം അങ്ങനെയല്ല. കാരണം പല സംഭവം ഇപ്പൊ അടുത്ത് ഇവിടെ നടന്ന സംഭവം, അതായത് വയനാട് നടന്ന ദുരന്തത്തിനടക്കം അങ്ങനത്തെ സംഭവങ്ങൾ വായിക്കുന്നു. മക്കളെ രക്ഷപ്പെടുത്താൻ സ്വന്തം മാതാപിതാക്കളും സഹിച്ച ത്യാഗങ്ങളും. പക്ഷെ ആ പരലോകം സംഭവിച്ചത് ഇതുപോലും ഇങ്ങനെ ഇവിടെ ദുനിയാൽ കാണിക്കുന്നതിനേക്കാൾ പറഞ്ഞ ശ്രദ്ധിക്കുക, അത്രയും ഭീകരാണ്. പിന്നെ മാത്രമല്ല, അതിന്റെ ആ ഭീകര ശബ്ദം, ഒരു മലക്കാണ് അത് ഊതുക. പഠിച്ചു നമ്മളല്ലേ, മലക്കിന്റെ പേരെന്താ? സൂറിൽ അള്ളാഹു ഊതാൻ കൽപ്പിച്ച ഒരു മലക്കിനോട് അല്ലെ, ഇസ്രാഫീൽ. അതൊരു അറിവാണ്, ഒരു ഇൽമാണ്, പഠിക്കണം, നമ്മൾ അറിയണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കണം. അപ്പൊ അത് പറയാതെ സൂർ പറഞ്ഞാൽ അത് നമ്മളെങ്ങനെ പറയാ, സൂർ എന്ന കാഹളം എന്ന് പറയുമ്പോൾ അത് സൂർ എന്ന് പറഞ്ഞാൽ ഊതാൻ ഒരു സംവിധാനമാണ്. അപ്പൊ അതങ്ങനെ പറയുന്നത്. അപ്പൊ അടുത്തത്, ഗർഭം ചുമക്കുന്ന ഓരോ സ്ത്രീയും തന്റെ ഗർഭം അത് എത്ര മാസമാണെങ്കിലും 1, 2, 3 എപ്പോഴാ ആ ഭീകര ശബ്ദത്തിൽ അല്ലെങ്കിൽ ആ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പ്രസവിച്ചു പോകും. എന്താ ചെയ്യുക? കാരണം ഇവിടെ അതല്ലാതെ പലതും എടുത്തെറിയപ്പെടുന്നത്, നശിപ്പിക്കപ്പെടുന്നത്, ആകാശം പൊട്ടിക്കൊള്ളുകയും ഭൂമി വെണ്ട് കീറുന്നു, പിന്നെ പർവ്വതങ്ങൾ തരിപ്പമാകൂലേ, അങ്ങനെ ധൂളികളെ പോലെ ആക്ക പർവ്വതങ്ങളൊക്കെ എങ്ങനെ ഹബാൻ മൻസൂറ, അങ്ങനെ പൊടി പോലെ അല്ലെങ്കിൽ എടുത്തെറിയപ്പെടും, പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതാണ് ലഹരി ബാധിച്ച. പക്ഷെ പമാഹും ബിസുക്കാർ, അവൻ ലഹരി ബാധിച്ചവരല്ല, കാരണം അതിന് ഭീകരമായ അവസ്ഥയാണ്. അപ്പൊ അത്
ഇവിടെയും ഖിയാമത്താളും മഹ്ശറൊക്കെ. അപ്പൊ എന്തായാലും ഗൗരവം വെച്ചാൽ ഇനി വരാൻ പോകുന്ന വലാക്കിന്റെ അദാബല്ലാഹി ശദീദ്, അള്ളാഹിന്റെ ശിക്ഷ കഠിനമാണ്, കഠോരാണ്. ഇനി വരാനിരിക്കുന്ന അവിടെ ഹിസാബ്, വിചാരണയും പരലോകവും ഇനി എല്ലാം അതിന് കഠോരമാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മള് ഈ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ആയത്ത് അർത്ഥം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന ഒരു സ്വാധീനം മാറ്റം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈമാൻ കൂടണം. അതായത് പരലോകത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈമാനിൽ ഒരു മാറ്റം ഉണ്ടാവും, ഒരു ചലനുണ്ടാവും. സ്വഹാബത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്, ഒന്നുകൂടെ ഹദീസുകൾ പറയുന്നത്, ഹദീസ് കൂടി ഞാൻ പറയാം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാണ്, സുധ പ്രസംഗിക്കുകയാണ്, ലാ തൻസൗ അദീമതൈൻ, നിങ്ങൾ രണ്ടും വമ്പിച്ച കാര്യങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് പ്രസംഗത്തിൽ പറയണം. സ്വഹാബി ചോദിച്ചു, റസൂലേ വമാ അദീമത്താനി, എന്താ റസൂലേ ഈ മഹത്തായ രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ? അൽ ജന്നത്തു വന്ന, സ്വർഗ നരകങ്ങളെ കുറിച്ച് നിങ്ങൾ മറക്കരുത്. കാരണം രക്ഷാശിക്ഷ ഒന്ന്, സൽക്കർമ്മ ചെയ്ത സ്വർഗം, തെറ്റാണെങ്കിൽ നരകം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ റസൂൽ അതിനെക്കുറിച്ച് ഓർത്തു. ഇങ്ങനെ ഓർത്തിട്ട് സ്വർഗ നരകങ്ങളെ കുറിച്ച് ഓർത്തിട്ട് സുമ്മ ബക്ക ഹത്താ ജറ അവഇലു ദുമൂഇഹി ജാനിബയ ലിഹയതി. കാരണം ഞാനിത് പറഞ്ഞു വെച്ചാൽ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് കുറേ കരഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ താടിയിലൂടെ ഇങ്ങനെ തൊടയിലൂടെ ഇങ്ങനെ താടിയിലൂടെ ഒഴിച്ചറിഞ്ഞു സ്വർഗനരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരങ്ങളെ കണ്ട വ്യക്തിയാണ്. നമ്മള് സ്വലാത്തുൽ കുസൂഫ് നിസ്കരിച്ചോ? ഇവിടെ ഗ്രഹണം നിസ്കരിച്ചോ? ഇല്ലേ? ഇവിടെ നിസ്കരിക്കായിരുന്നല്ലോ. നമ്മളോട് ആരും പറഞ്ഞില്ല, ഇവരൊക്കെ സൂചിപ്പിച്ചിരുന്നു. അത് നമ്മളല്ലാണ്ട് പിന്നെ ആരാ ചെയ്യാം? അതൊരു വളരെ പ്രബല സുന്നത്തിൽ മുഅക്കദ എന്ന് പറയാം, പ്രബലമായ സുന്നത്താണ്. ഏകദേശം 9:57 മുതൽ 12:21 വരെ നീണ്ടു നിൽക്കുന്ന ഒരു നിസ്കാരമായിരുന്നു. അപ്പൊ അതിന്റെ സമയത്തനുസരിച്ച് കുറച്ചെങ്കിലും ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കണമായിരുന്നു. ഇവിടുത്തെ ആൾക്കാർ ആ സമയം, കാരണം അന്ത്യനാള് സംഭവിക്കുമോ എന്ന് റസൂലുള്ള ഭയപ്പെട്ട സമയമായ അന്ത്യനാള്. കാരണം അള്ളാഹു പേമാരിയെ പോലെ, കൊടുങ്കാറ്റിനെ പോലെ, അല്ലെങ്കിൽ ഇടിമിന്നലെ പോലെ ഉള്ള ഒരു പരീക്ഷണമാണ് ഖുസൂഫ്, ഗ്രഹണം. ആ സമയത്ത് സ്വതക്ക ചെയ്യണം, ദിക്ർ ചെയ്യണം, നമസ്കരിക്കണം, പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇതെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സമയമൊക്കെ പറഞ്ഞു. ഇവിടെ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ പറഞ്ഞത്. അത് നമ്മൾ മിസ് ചെയ്യായിരുന്നു. ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അതിൽ പങ്കെടുത്തിരുന്നോ വെച്ചു. ഇവിടെ ആരും ഇവിടെ ഉണ്ടായിരുന്നു. ശരി പോട്ടെ. അപ്പൊ ഏതെങ്കിലും നീ വരുമ്പോ അത് പങ്കെടുക്കുക. ഞാൻ പറഞ്ഞത് പിന്നെ അത് പലപ്പോട്ടെ പറയാൻ കാരണം വെച്ചാൽ ആ നമസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗനരകങ്ങളെ കണ്ടത്. ഇത് സ്വലാത്തുൽ കുസൂഫ് നിർവഹിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവും. എന്തോ പിടിക്കാൻ പോകുന്ന പോലെ മുന്നിലേക്ക് ചാടി, എന്തോ ഭയപ്പെട്ട് പുറകിലേക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ സംഭവം അതിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ ഭയന്നിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പേടിച്ചിട്ട്, കാരണം റസൂൽ കണ്ടൊരു വ്യക്തി പറഞ്ഞതിന് അപ്പൊ കരിയാണ്. അപ്പൊ എന്താ സത്യത്തിൽ ഇസ്ലാമിക്ക് അറിയേണ്ട ആവശ്യമില്ല. റസൂൽ ഒന്നാമത് സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ട് റസൂൽ ഹിസാബ് ഉണ്ടല്ലോ. എന്നിട്ട് റസൂൽ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തോ ചോദിക്കുമല്ലോ. അപ്പൊ അതൊക്കെ എന്നോട് ചോദിക്കുന്നോണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ട് കരയുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞത് എന്താ മറുപടി പറയാതെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, റസൂൽ നിങ്ങൾ രക്ഷപ്പെടൂലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഒരാളും അമല് കൊണ്ട് എന്ത് ചെയ്യില്ല, അങ്ങനെ നമ്മൾ അതിശയിട്ടില്ല. ഒരാളും അവന്റെ അമല് കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സഹാബത്ത് റസൂലേ വലാ അൻത യാ റസൂൽ, നിങ്ങളും രക്ഷപ്പെടുകയില്ല. അള്ളാന്റെ റഹ്മത്തും ഫദ്ലും ഉണ്ടായാലല്ല. അപ്പോ സ്വർഗം എന്നുള്ളത് ചെയ്ത അമലിന്റെ കൂലിയല്ല. മനസ്സിലാട്ടോ? പിന്നെന്താണ് അത് നമുക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്, എന്താ പറയാ, ബോണസ് പറയാൻ പറ്റും. അള്ളാന്റെ ഔദാര്യം. അതായത് നമ്മൾ ചെയ്ത് കറക്റ്റ് അല്ല എന്റെ ഡ്യൂട്ടിയുടെ പ്രതിഫലം തരാനൊന്നുമില്ല. പ്രതിഫലം തരാൻ ചിലപ്പോ ഒന്നും ഉണ്ടായില്ല.
പിന്നെ എന്താണ്? അള്ളാന്റെ ഔദാര്യാണ്. അള്ളാഹ് അത് നിങ്ങളോട് കാണിച്ച കാരുണ്യമാണ് സ്വർഗം. നിങ്ങളോടല്ല, മനുഷ്യരോടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയണം. ഞാൻ പറഞ്ഞത് മറ്റൊരു സംഭവം, അബൂദർ റളിയല്ലാഹു, ഞാൻ റസൂലുള്ളാഹി ക്ലാസ് കേട്ട സ്വഹാബത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചാണ് സ്വഹാബിനോട് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്ന കാര്യം അള്ളാഹുവിന്റെ സത്യം നിങ്ങൾ അറിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ അധികം ചിരിക്കില്ല, കൂടുതൽ സമയം നിങ്ങൾ കരയും. ഇത് മാത്രമല്ല, നിങ്ങൾ കൂടുതൽ സമയം അതിന്റെ ഹദീസിൽ പറയാൻ കാണാൻ കഴിയും, വല ഖറജത്തും ഇലാ സുഅദാത്തി തജഅറൂന വതബുകൂൻ. നിങ്ങൾ ഒഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് പോയിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കരയും. ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് കുറേ കരയും. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കരയാത്തത്? കൂടുതൽ നമുക്ക് ഈ ഇൽമ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ ഇൽമുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ കൂടുതൽ പഠിക്കും. നമുക്കറിയാം നെക്സ്റ്റ് ടൈം നമ്മൾ ചുടുണ്ടെന്നുള്ളത് നമ്മൾ പേടിച്ചിട്ടൊന്നും ചെയ്യില്ല. ഇതാ ഞാൻ പറഞ്ഞത്. അതേപോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗ നരകങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള അത് ഇസ്സത്താണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളെ വിലയിരുത്താണ്, സഹാബത്ത് വിലയിരുത്താണ്. സഹാബിയോട് റസൂൽ പറഞ്ഞത് നിങ്ങൾ ഞാൻ അതിടില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്ത് ചെയ്യാ? നമ്മളെ റസൂൽ പറഞ്ഞ ക്ലാസ്സുകൾ കേട്ടവരെ സഹാബത്ത്. അപ്പൊ അവരിങ്ങനെ കേൾക്കും. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞെങ്കിൽ നിങ്ങൾ അധിക സമയം എന്ത് ചെയ്യില്ല, നിങ്ങൾ കൂടുതൽ സമയം നിൽക്കണം. ദുആ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് കുറേ കാര്യം ചെയ്ത തെറ്റുകളും പാവങ്ങളൊക്കെ ഓർത്തിട്ട്. അപ്പൊ ഈ ഹദീസ് കേട്ടപ്പോ ഈ അബൂദർ പറയാണ്, കേട്ടപ്പോ ക്ലാസ് കേട്ടപ്പോ, വല്ലാഹി ലൗ അന്നല്ലാഹ ഖലഖനി യൗമ ഖലഖനി ശജറതൻ തഅദുദ് വതഅകുലു തമറതൻ. അതേ പറയാണ് അബൂദർ. അല്ലാഹു എന്നെ തിന്നപ്പെടുന്ന ഒരു മരമോ മരത്തിന്റെ ഇലയോ അതിന്റെ ഫലമോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്നെ എന്തെങ്കിലുമൊക്കെ തിന്ന് നശിപ്പിച്ചിട്ടോ പിന്നെ എനിക്കെന്തില്ല, എനിക്കൊരു ഹിസാബ് ഉണ്ടാകുമായിരുന്നില്ല. എന്ന് വെച്ചാൽ പേടിച്ചിട്ട്. കാരണം നീ നമ്മളെ പോണല്ലോ, നീ പരലോകത്ത് പോയി ചോദ്യം ചെയ്യേണ്ടതാണ്. അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ദിവസം നടന്നു പോകുമ്പോ ഒരു മരത്തിന്മേൽ ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പക്ഷിയെ നോക്കിക്കൊണ്ട് പറയണം, പക്ഷി നിനക്ക് നമ്മളെയും കാക്കനെ കാണുന്നുണ്ട്, നമ്മളും പക്ഷിനെ കാണുന്ന പലരും നമ്മളും കാണുന്നുണ്ട്. നമ്മൾ ഇന്നേ വരെ പറയാത്ത പറയും അതാണ് നമ്മളെ വ്യത്യാസം. അപ്പൊ അവര് തൂബാ നിനക്ക് മംഗളം, പക്ഷി നിനക്ക് എന്ത് സുഖാണ്, തത്തിയൂറു തക്കവലശ, നീ ഇങ്ങനെ പറക്കുന്നു, മരത്തിൽ പോയിരിക്കുന്നു, ഫലം തിന്നുന്നു, സുമ തത്തൊരു വീണ്ടും പറക്കുന്നു, ലൈസാലേക്ക് ഹിസാബല, നിനക്ക് എന്തില്ല, ഹിസാബില്ല, ശിക്ഷയില്ല. അലൈത്തനി കുന്തു മിസ്ല, ഞാൻ നിന്നെപ്പോലായിരുന്നു എങ്കിൽ. എന്താണ് പറയാൻ കാരണം? ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആരാ? അബൂബക്കറും ഫിൽ ജന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരാ പറയുന്നത് ആലോചിക്കണം. ഈ കമന്റ് പറഞ്ഞ ആരാ? അബൂബക്കറും ഫിൽ ജന്ന, സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സ്വഹാബിയാണ്. അതാണ് എനിക്ക് ഗൗരവം. ആ സ്വഹാബിയാണ് പറയുന്നത്, ഞാൻ നിന്നെ പോലെ പക്ഷെ വധിത്തു അന്യ. നേരത്തെ പറഞ്ഞ അതേ സ്വഹാബിയാണ്, അതേമാണ്. ഞാനിങ്ങനെ ചെടികള്, ഇങ്ങനെ വഴിയിലുള്ള ചെടികളൊക്കെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഒട്ടകമൊക്കെ വന്നിട്ട് എന്നെ തിന്ന് എന്നെ അതിന്റെ വായിലാക്കി അവസാനം അത് ചവച്ചരച്ച് ദഹിപ്പിച്ചിട്ട് എന്നെ കാഷ്ടമാക്കി പുറത്തു കളയുമായിരുന്നു. അത് എന്തിനത് പറഞ്ഞു വെച്ചാൽ പേടിച്ചിട്ടാണ്. എന്ത് പേടിച്ചിട്ട്? പരലോകത്തിൽ നമ്മൾ അവിടെ എത്തി. നമ്മളൊക്കെ ഈ ക്ലാസ്സിലൊക്കെ ലക്ഷ്യം എന്താണ്? പക്ഷെ അത്ര നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ ഉണ്ട്. നമുക്ക് മനുഷ്യന്മാർ ഈമാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഈമാൻ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക, കുറച്ചുകൂടി മാറ്റം. നമ്മുടെ ക്ലാസ്സുകളിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാനാണ് ഇത്തരം ക്ലാസ്സുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ കുറിച്ച് പറയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കരഞ്ഞു കരഞ്ഞ് കണ്ണിന്റെ ഈ രണ്ട് ഭാഗത്തും രണ്ട് കറുത്ത അടയാളങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ കരയും അല്ലെ? പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് കരിഞ്ഞ് അങ്ങനെ വീട്ടിൽ വിഷമൊക്കെ ഉള്ളവർ കണ്ടാൽ പെട്ടെന്ന് അറിയും. ഒരു കണ്ണ് കണ്ടാൽ ഇവിടെ കുറച്ച് കരുവാളിച്ചിങ്ങനെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ണിയെ കണ്ടാൽ എന്തറിയണം? ഇത് ഉണ്ണിനെ കണ്ടാലും അറിയില്ല, ഉമ്മാനെ കണ്ടാലും അറിയില്ല. നമ്മൾ കത്തെഴുതുന്ന പോലെ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമല്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് അറിയണം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇങ്ങനെ ഒരു ഒറ്റ ആയത്ത് ഓതും. നമ്മൾ ആയത്ത് ഓതലുണ്ട്. നമ്മളൊന്നും
അതേ പറഞ്ഞ നമ്മൾ ആയത്ത് ഇതുവരെ കരഞ്ഞിട്ടില്ല, കരഞ്ഞിട്ടില്ല എന്നല്ല, കരഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ആയത്ത് ഏതാ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, സൂറത്ത് തൂറിൽ ഒരു ആയത്ത് ഇങ്ങനെ ഓതും. ഓതിയിട്ട് അള്ളാഹിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നേരത്തെ കരുതുക, അള്ളാഹിന്റെ ശിക്ഷ, അതിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കും, ഉറപ്പാണ്, അത് കിട്ടും, ഒരു സംശയമില്ല എന്ന് പറഞ്ഞ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ കരയും. കരഞ്ഞ് വശത്ത ബുക്കാവു ഹത്താം മരിള, എന്താ രോഗിയായി എന്ന് കരഞ്ഞിട്ട്. ഇതൊരു മറ്റു കൂടുതലൊരു ആദു അദ്ദേഹത്തെ രോഗ സന്ദർശിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. എന്താ, എങ്ങനെ അസുഖം പിടിച്ച് കരഞ്ഞിട്ട്. കരഞ്ഞാൽ ജലദോഷം പിടിക്കുന്നതാണല്ലേ, ഇങ്ങനെ അങ്ങനെ പൊതുവെ നമ്മൾ ഒരുപാട് കരഞ്ഞാലിന്റെ ജലദോഷം വെച്ചാൽ അങ്ങനെ ആവും. ഇതൊക്കെ സൗണ്ട് അടയ്ക്കും അല്ലേ. അവരൊക്കെ ആരാണ് ഉമർ? അശ്റത്തുൽ മുബശ്ശിരീൻ രണ്ടാമത്തെ ആളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ രണ്ടാമത്തെ സ്വഹാബി. 10 ആർക്കെങ്കിലും അറിയോ? 5 അറിയും. 5 പറയും. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. പിന്നെ സ്വഹാബില്ലേ 5 എന്ന് പറഞ്ഞ 4 ആയിട്ടുള്ളൂ. ആരാ പറയാ? സുബൈർ അല്ലേ, സുബൈർ. അബൂബൈദ, അബ്ദുറഹ്മാൻ അഫ്ഫ, അബ്ദുറഹ്മാൻ അഫ്ഫ, സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സയ്യിദ്. അതായില്ലേ? ഇല്ല, അതിലില്ല. അത് ആ ഹദീസിൽ നമ്മൾ അശ്റത്തുൽ മുബശ്ശിരീനിലുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഇൽമാണ്. ജസാക്കുല്ലാഹ് ഖൈറൊക്കെ അല്ലാഹു ബർക്കത്ത് ഉണ്ടാവും. അവർ ഞാൻ പറഞ്ഞത് അവരാണ് കരയുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരാണ് ഭയപ്പെട്ട് കരയുന്നത്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് എന്താ പറയുക, ഈ ക്ലാസ്സിലൊക്കെ എന്താണ് മാറ്റാൻ പറഞ്ഞത്? നമ്മള് പോരായ്മയുണ്ട്, വീഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് ഏത് സമയത്തും മരിക്കും. അത് ഇന്ന സമയമില്ല. ഓരോ മരണവും ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ നമ്മുടെ അയൽവാസി നമ്മുടെ 2 ദിവസം മുമ്പ് പിന്നെ അസർ നമസ്കരിക്കാൻ പള്ളിയിലുണ്ട്. അസറിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. പിന്നെ അദ്ദേഹം വൈകുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. അസറിന് പള്ളിയിലുണ്ട്. അത്രേ ഉള്ളൂ. പൊടിപ്പാറയിൽ പണ്ടൊരു യൂനിസ് കാർഡിന് ആള് മരണപ്പെട്ടിട്ടുണ്ട്. പൊടിപ്പാറ നമ്മളെ കോട്ടയിൽ പരിപാടി നടക്കുന്ന സമയത്താണ്. അദ്ദേഹം മഗ്‌രിബ് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വണ്ടി, അത് CCTVയിലൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിടുന്നു. മഗ്‌രിബ് നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇറങ്ങുന്ന സമയത്ത് ചെറുതായ വലിയൊരു ആക്സിഡന്റ് അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ തല റോസ് മരണപ്പെട്ടു. നോക്ക് നിങ്ങള് അല്ലെ, ഓണം മൂടാണ്, അത് മരണ മൂടായി മാറി. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു വലിച്ചാൽ അവിടെ ആ സ്റ്റെക്കായി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് അതപ്പോ അതിൽ ഇങ്ങനെ കാണണം മരിക്കുന്ന ഇങ്ങനെ ആള് അവസാന ആ സ്റ്റെപ്പ് എന്തായിരിക്കുമല്ലോ അവസ്ഥ പറഞ്ഞോക്ക് ആലോചിച്ചു. ഹദീസ് കാണാം, മരിച്ച അവസ്ഥ എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക, ആ പാട്ടിലൂടെ തന്നെ അങ്ങനെ അങ്ങനത്തെ എന്നുവെച്ചാൽ അതിന് ശിക്ഷ അവിടെ അനുഭവിക്കേണ്ടി വരും. എങ്ങനെയാണ് അപ്പൊ അവസാനം ഒരാളുടെ പര്യവസാനം പരിഗണിച്ചിട്ടാണ് അയാൾ സുഹൃത്തിൽ. അപ്പൊ പര്യവസാനം നോക്കി ആലോചിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുക വെച്ചാല് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നബിമാരല്ല, സ്വഹാബികളല്ല. എന്നാൽ നമ്മളെ ചെറിയൊരു മാറ്റങ്ങൾ, തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അധികരിപ്പിക്കുകയും കുറച്ച് സൂക്ഷ്മത. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്താ വെച്ചാൽ സ്വഹാബികൾ അങ്ങനെ ഉണ്ടായ അതാണ് സ്വഹാബികൾ ഉണ്ടായ മാറ്റം. പരലോകത്തെ കുറിച്ച് എന്താ ഇപ്പോ നമുക്ക് എന്തെങ്കിലും പിന്നെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആരാ ഇസ്തിഗ്ഫാർ, ആരാ തൗബ ചെയ്യുക? ഒരാളിപ്പോ അള്ളാഹു എനിക്ക് ഞാൻ പരലോകത്തെ ഒരുപാട് തെറ്റിയത് എന്ന് പറയാൻ എന്തിനാ, ആർക്കാ പറയാൻ തോന്നുക? അല്ല, ഓക്കെ, കുറ്റബോധം ഉണ്ട്. പരലോകത്തെ കുറിച്ച് ഭയമുള്ളവനാണ് ഇത് ചെയ്യുള്ളൂ. കാരണം പരലോകത്തെ കുറിച്ച് പേടിയുള്ള ആളുകൾ എന്ത് ചെയ്യുള്ളൂ, പശ്ചാത്തപിക്കുള്ളൂ. കാരണം എപ്പോഴാ മരിക്കാന്നറിയില്ല. അപ്പൊ പൊരുത്തപ്പെടുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. പൊരുത്തപ്പെടുക. ഒരു തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്, പരസ്പരം ഉണ്ടാതെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് ഒരാൾ എന്നിട്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് പരലോകത്തും രക്ഷപ്പെടണ്ടേ, നിസ്കാരം നോമ്പൊക്കെ കയറി പോണ്ടേ. അതെങ്ങനെ ഒരു അശ്രദ്ധയിലായിരിക്കാണ്.
അത് വിട്ടുവീഴ്ച ചെയ്യണം. ഞാൻ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പെട്ടെന്നാണ് ആ കാര്യം പരിഹരിക്കുന്നത്. കാരണം പരലോകത്ത് നമ്മുടെ ഈ പരലോകത്തിന്റെ ഈ സ്വാധീനതാണ്. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു യുദ്ധ സന്ദർഭത്തിൽ തോന്നുന്നുണ്ട്, ഒരു സഹാബി കട്ടിയുള്ള ചെരുപ്പിട്ടിരുന്നു, കട്ടിയുള്ള ചെരുപ്പ്. അതുകൊണ്ട് അറിയാതെ പ്രവാചകനെ ചവിട്ടി. കട്ടിയുള്ള ചെരുപ്പാ സ്വാഭാവികമായിട്ട് അന്നത്തെ ചെരുപ്പിന്റെ അവസ്ഥ എന്തായാലും ചവിട്ടി. റസൂൽ വേദനിച്ചപ്പോൾ റസൂൽ തന്റെ കയ്യിൽ വടി ഗുണം കൊണ്ട് ഒരു തള്ളു കൊടുത്തു. വേദനിച്ചപ്പോൾ എല്ലാവരും തള്ളൂലേ, കാലി ചവിട്ടിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു തള്ളുണ്ട്, അങ്ങനെ തള്ളി സംഭവം തള്ളിട്ടോ. അപ്പോ റസൂലുള്ളാഹിക്ക് വേദനിച്ചു. അങ്ങനെ ആ സഹാബി പോയി വീട്ടിൽ പോയി അദ്ദേഹം പറയുന്നത്, ആ സഹാബി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അദ്ദേഹം പറയുന്നത്. കാരണം ഞാൻ ആരെ ചവിട്ടി, റസൂലിയാണ്. റസൂലിനെ വേദനിക്കുകയും ചെയ്തു. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് അത് നേരം വെളുപ്പിച്ചത് എങ്ങനെ അറിയാതെ. അപ്പൊ നേരം വെളുത്തപ്പോ കാണാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വേറെ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നബിനെ കാണാൻ വിളിക്കേണ്ടി വരും. ഇതാ അദ്ദേഹം പറയാം. കാരണം എന്താ, റസൂലുള്ളാഹിനെ ചവിട്ടിയതിന് അദ്ദേഹം ഉറങ്ങിയിട്ടല്ല. അപ്പൊ ഇനി എന്തെങ്കിലും അതിന്റെ പണിഷ്മെന്റ് എന്തെങ്കിലും കിട്ടുമായിട്ട് പേടിച്ചാൽ നിൽക്കുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെത്തി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ ചോദ്യം അറിയാം, ഞാൻ നിങ്ങളെന്നെ ചവിട്ടിയപ്പോൾ ഞാൻ തള്ളിയല്ലോ, ആ തള്ളിയത് നിങ്ങൾക്ക് വേദനിച്ചോ എന്ന് ചോദിക്കും. എന്താ ചോദ്യം? ഞാൻ റസൂലുള്ളാഹിനെ ചവിട്ടിയത് അല്ല, ചവിട്ടിയപ്പോൾ ഞാൻ നിങ്ങളൊരു തള്ളുകള്ളി, ആ തള്ളിയത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പൊരുത്തപ്പെടാൻ പറ്റും. അതിന്റെ ഹദീസിൽ കാണാം 80 ആടിന് അദ്ദേഹത്തിന് കൊടുക്കുന്നതാണ്. 80 ആടുകളെ അദ്ദേഹത്തിന് ഗിഫ്റ്റ് അങ്ങനെ സ്വഭാവം. അത് നമുക്കൊന്നും ഇല്ല, നമ്മൾ ഉണ്ടാകണം എന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മളിങ്ങനെ സംസാരത്തിന് തോന്നിയാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് കൊടുത്തെന്തുണ്ടാവും, തന്നാളോട് സ്നേഹം ഉണ്ടാവും. ഗിഫ്റ്റ് കൊടുത്ത ഹദീസിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക, പരസ്പരം നിങ്ങൾ സ്നേഹിക്കും, ഇഷ്ടപ്പെടുന്നതാണ്. നമ്മള് റാങ്ക് കൊടുക്കേണ്ടതല്ലേ, അല്ലെ ഒരു അതുണ്ടാവും. അത് ഗിഫ്റ്റാണത്, ഹദിയാണത്. പറഞ്ഞത് ഇടയ്ക്കിടയ്ക്കാണ് ചെയ്യും. ഞാൻ പറഞ്ഞത് എന്തിനെ വിളിപ്പിച്ചു, എന്തിനെ പോയിങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിച്ചത്. അദ്ദേഹം പേടിച്ച് നബി ചോട്ടെ, നബി പേടിച്ച് എന്തിനാ സുല്ലാസ്ലം, ഞാൻ അദ്ദേഹം തള്ളിയപ്പോൾ അദ്ദേഹത്തിന് വേദിച്ചത്. എത്ര സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ പറയുന്നില്ലേ. ഉസൈദ് ബിൻ ഹുദൈർ സഹാബി തമാശക്കാരനാണ്, ഭയങ്കര രസികനാണ്, നല്ല തമാശ പറയും സ്വഹാബിയുടെ. ഇടയ്ക്കിടയ്ക്ക് സ്വഹാബിയുടെ തമാശ പറയും. അപ്പൊ എല്ലാവരും ചിരിക്കും. അപ്പൊ നബി ഒരു ദിവസം വടി കൊണ്ട് കുത്തു കൊടുക്കും. ഒരു തമാശ അറിയാൻ ചിരിക്കണ്ടെന്നുള്ള റസൂലുള്ളാഹി. അപ്പൊ ഒരു കുത്തു കൊടുത്തു, കുത്തു വയറ്റിലെ കിട്ടിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേദനിച്ചു വന്നു. റസൂലുള്ളാഹി എന്നെ വടി കൊണ്ട് കുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചു വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രതികാരം ചെയ്യണം. അപ്പൊ റസൂൽ പറഞ്ഞു, അപ്പൊ എന്റെ ശരിക്കും എല്ലാവരും സ്വഹാബി ഞെട്ടി. കാരണം പ്രതികാരം ചെയ്യുമ്പോൾ തിരിച്ചു കുത്തണമെന്നായി അർത്ഥം. അപ്പൊ റസൂൽ എന്തൊക്കെ ചെയ്തോ, പ്രതികാരം ചെയ്തോ. അപ്പൊ ഞാൻ വസ്ത്രം, എന്റെ ഷർട്ടില്ല, നിങ്ങൾ ഷർട്ട് ധരിച്ചിട്ടുണ്ടായി. ഈ സാബിക്കത് ഷർട്ടില്ല, അപ്പൊ ദാരിദ്ര്യാണ്. അപ്പൊ റസൂൽ ഷർട്ട് പൊക്കി, കമീസ് പൊക്കി. കാരണം കമീസിന്റെ മുകളിൽ കൂടെ കുത്താൻ പറ്റുമല്ലോ. കാരണം എനിക്ക് കമീസില്ലാണ്ടാണ് നിങ്ങൾ എന്നെ കുത്തിയത്. അപ്പൊ നിങ്ങൾ കമീസ് ഇട്ട് കുത്തുമ്പോൾ വേന കുറയും. അപ്പൊ കമീസ് പൊക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം. അപ്പൊ എല്ലാ സാബിലും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കമീസ് പൊക്കിയപ്പോൾ വയറ്റിലൊരു ഉമ്മ കൊടുത്തു, വയറ്റിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കുറെ കാലത്തിന് ആഗ്രഹമുണ്ട് ഉമ്മ തരുന്നു, ചാൻസ് കാത്തിട്ട് കുത്താനൊക്കെ. നബിയോട് മഹബത്താണ്, സ്നേഹമാണ് സഹാബിയോട്. വേദനിച്ച് പറഞ്ഞാൽ അത് സുഖങ്ങനെ ആക്കിയപ്പോ അതൊന്നും ഒരു വേദന ഒന്നും അല്ല, എന്നാലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയാണ്. ഇപ്പൊ നമ്മളിപ്പോ സ്ക്രീനിങ് മുകളിൽ പോലെ കൈ വെച്ചു, കയ്യിലൊരു ചവിട്ട് കൂട്ടിയിട്ട് പോയി. അപ്പൊ നമ്മൾ എന്ത് പറയും, സോറി പറയും. അയാൾ പറയും, തിരിച്ചെനിക്ക് ചവിട്ടെന്ന് പറഞ്ഞാല് സമ്മതിക്കുമോ? പറയും. നമ്മളെ പള്ളിയിലേക്ക് കയറുമ്പോൾ സ്ഥിരമുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ ചവിട്ടിയിലൊക്കെ ചാടിയിട്ട് പോയിട്ടോ നമ്മള് സോറി അങ്ങനെ പിടിച്ചാൽ മതി, ക്ഷമിച്ചാൽ മതി. കണ്ട് എല്ലാവരും ക്ഷമിച്ച എനിക്ക് തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ചവിട്ടി കൊള്ളണം, കൈ കാണിച്ചു കൊടുക്കണം. അത് ചവിട്ടാൻ മതി, കാലിൽ പിടിക്കും മതി. ഇതാണ് നമ്മൾ. ഇതാണ് പിന്നെന്ത് പറഞ്ഞോക്കണം. അപ്പൊ ആ സ്വാധീനം അതാണ് അവര് നമ്മൾ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ സ്വാധീനം ഉണ്ടാകണം.
അപ്പൊ നമ്മൾ ചില വിട്ടുവീഴ്ചയായിട്ട് നമ്മുടെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പൊരുത്തപ്പെട്ടുകാരെ ഒരു മടിയും കാണിക്കരുത്, ഒരു മടിയും കാണിക്കരുത്. എന്റെ ഭാഗത്ത് വീഴ്ച വന്നു പോയി, വിട്ടുവീഴ്ചയാണെന്ന് പറയാൻ. കാരണം ഇവിടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പരലോകം പോകുന്നുണ്ട്. അപ്പൊ പരലോകം ഭയമുള്ളവരാണ് എന്ത് ചെയ്യുക, ഇവിടെ പൊരുത്തപ്പെടുക. നിങ്ങൾ വിചാരിച്ചു അല്ലെ? അതായത് പരസ്പരം ഒന്ന് വിട്ടുവീഴ്ച. നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്, നമ്മൾ ഹദീസുകളിൽ ചേർത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാം. കാരണം അങ്ങനെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവർ, പൊരുത്തപ്പെടുന്നവർ പരലോകത്തെ കുറിച്ച് പേടിച്ചിട്ടാണ്. അപ്പൊ അതാണ് സ്വാധീനം അല്ലെ? സഹാബികൾ പരസ്പരം സംസാരിക്കും അന്ത്യനാളിനെ കുറിച്ച്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അല്ലെ? അവർ സ്വയം പറയും ഈമാൻ കുറഞ്ഞു നമ്മൾ പറയില്ല, പല സംസാരിക്കുമ്പോൾ ഈമാൻ കുറഞ്ഞു എന്ന് അവർ സംസാരിക്കുന്നു. നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഇത്ര ഈമാനില്ല, കുടുംബത്തോട് പോകുമ്പോൾ ഇത്ര ഈമാനില്ല, നമ്മൾ ഈമാൻ കുറഞ്ഞോ എന്താ നമുക്ക് ചോദിക്കാനൊക്കെ കൊണ്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത് ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ സംസാരങ്ങളിൽ. അതെന്തിനാ നമ്മളിപ്പോ ഒരാളെ ചീത്ത വിളിച്ചു, ഈ ചീത്ത വിളിച്ച ആൾ കേട്ടിരിക്കരുത്. പക്ഷെ ആള് പൊരുത്തപ്പെടണം അല്ലേ? പൊരുത്തപ്പെടണ്ടേ? വേണം, അല്ലെങ്കിൽ ഒരു കുറ്റായിട്ട് മാറും. അപ്പൊ നമ്മള് ഒരിക്കല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റബീഅ റളിയല്ലാഹു തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രസംഗത്തിൽ പറഞ്ഞു. അതായത് അവർക്കൊരു സ്ഥലം റസൂൽ വീതിച്ചു കൊടുത്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന്റെ പേരിൽ രണ്ടുപേരും ഈത്തപ്പന അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്തോ ഒന്ന് പറഞ്ഞു, എന്താ ഹദീസിലില്ല, എന്തോ പറഞ്ഞപ്പോ അത് ആർക്ക് വിഷമായി? റബീഅ റളിയല്ലാഹു, ഇതിനൊക്കെ സ്വർഗ്ഗാവകാശം, രണ്ട് സ്വർഗ്ഗാവകാശികളാട്ടോ. ഈ റബീഅ റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അങ്ങനെ സന്തോഷ വാർത്ത കിട്ടിയ ഒരു സ്വഹാബിയാണ്. പ്രശ്നമായപ്പോ എന്താ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്തോ പറഞ്ഞു, മനുഷ്യന്മാരല്ലേ. അപ്പൊ അതിന് കുറ്റബോധം തോന്നി, അയ്യോ ഞാൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? റബീഅ റളിയല്ലാഹു പറഞ്ഞു, റബീഅ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചു പറയണം പറഞ്ഞു. മനസ്സിലാണ്ടോ? ശ്രദ്ധിക്കുക നിങ്ങള്. നമ്മളങ്ങനെ പറയാണ്ട് തന്നെ എന്ത് ചെയ്യും? അവൻ നമ്മുടെ വാപ്പാക്കാണ് വിളിച്ചതെങ്കിൽ അവന്റെ 5-6 തലമുറനെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അവൻ ഒരിക്കലും ഒരാളെ വാപ്പാക്ക് വിളിക്കില്ല. അങ്ങനെ അതല്ല, ഞാൻ അങ്ങനെ വിളിച്ചതാ ഞാൻ പറഞ്ഞത്. അതാണ് മനുഷ്യന്മാര് വ്യത്യാസം. അതാണ് വിളിച്ചപ്പോ അത് തിരിച്ചു വിളിക്കാൻ പറയുമ്പോ ഞാൻ വിളിക്കില്ല എന്ന്. നിങ്ങൾ ചീത്ത വിളിച്ചാണെങ്കിൽ എന്ത് ചീത്താനല്ല, ഒരു ഇഷ്ടപ്പെടാത്ത എന്തൊരു വാക്ക് എന്താന്ന് പറയുന്നില്ല സംഭവത്തില്, വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കറിലാണ്. എന്നാൽ നിങ്ങൾ വിളിക്കുന്നില്ല എന്നുള്ള പരാതി ഞാൻ ആരോട് പറയും? തെറ്റ് ചെയ്തത് അബൂബക്കറിലാണ്. പക്ഷെ ഇപ്പൊ പരാതിയായിട്ട് ആരാ പോണ്? എന്താ പരാതി? എന്നെ തിരിച്ച് ചീത്ത വിളിക്കുന്നില്ല, അതാ പരാതി. പോയി അബൂബക്കറിലാണ് പോയപ്പോ ഈ ഇതിന് സംസാരം വേറെ സാഹിബിൽ കേട്ടു. അവരെല്ലാരും ഓടി വന്നു. എന്താ പ്രശ്നം? ഈ സംഭവം പറഞ്ഞപ്പോ നിങ്ങൾ ആരെയാണ് ദേഷ്യപ്പെടുത്തിയത്? ഖുർആനിൽ സ്വാഹിബ് എന്ന് പറഞ്ഞ, അതായത് ഖുർആനിൽ 2-ൽ 2-ാമൻ എന്ന് പറഞ്ഞ ഒരാളെ ഖുർആൻ എടുത്തു പറഞ്ഞതും റസൂലുള്ളാഹിന്റെ പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ചാണ് നിങ്ങൾ ദേഷ്യപ്പെടുത്തിയത്. ഇത് ദേഷ്യപ്പെടുത്തിയിട്ടൊന്നുമില്ല, ദേഷ്യപ്പെടാൻ കാരണം സംഭവം അറിയില്ല. അദ്ദേഹം അവർ പറയണം സാഹിബിന്, അദ്ദേഹത്തിന് ദേഷ്യപ്പെട്ടാൽ ആർക്ക് ദേഷ്യപ്പെടും? നബിക്ക് ദേഷ്യപ്പെടും. റസൂലുള്ളാഹിക്ക് ദേഷ്യപ്പെട്ടാൽ പിന്നെ ആർക്ക് ദേഷ്യപ്പെടും? അങ്ങനെ നബിക്ക് ദേഷ്യപ്പെടും. അപ്പൊ നിങ്ങളുടെ കാര്യം പോക്കാണ്. ഇപ്പൊ ആകെ ബേജാറ്. റബീഅ വേഗം ഓടി. അങ്ങനെ എല്ലാരും പള്ളിയിൽ, മദീന പള്ളിയിൽ എല്ലാരും. അപ്പൊ ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബീഅ ചെയ്താണ് ശരി എന്ന് പറഞ്ഞു. എന്താണ് റബീഅ ചെയ്താണ് ചെയ്ത്? ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ച് അതുപോലെ വിളിക്കാൻ പാടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ്. അപ്പൊ പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് ഗഫറല്ലാഹു ലക്. അവിടെയാണ് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഗഫറല്ലാഹു ലക് എന്താണ്? റബീഅ നീ അബൂബക്കർ എന്ന് പറയണം, ഗഫറല്ലാഹു ലക്, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇത് എവിടെ വരൂല? ഹിസാബിൽ വരൂല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇത് ഹിസാബിൽ വരില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം മനുഷ്യന്മാർ നമുക്ക് സംഭവിക്കും പലരും. അങ്ങനെയൊക്കെ ചെറിയ പ്രയാസങ്ങൾക്ക് അങ്ങനെ നേരത്തെ പറഞ്ഞേ. ഇപ്പൊ ഒരാൾ ഉദാഹരണത്തിന് എടുക്കാതെ തന്നെ കൈ ചവിട്ടി ഒക്കെ സംഭവിക്കുന്ന പള്ളിയിൽ, അല്ലെങ്കിൽ തട്ടി മുട്ടി. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് സോറി നമ്മൾ പറയും സോറി, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയാണ്. അപ്പോ ഈ ചവിട്ട് കിട്ടിയ ഇടി കിട്ടിയ ആളെന്താ പറയണ്ടത്? തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞാൽ കൊള്ളേണ്ടി വരും. അല്ലെങ്കിൽ
ഒന്ന് സോറി അറിയാതാണ് ഇത് പറയണം. അപ്പോ അടി കിട്ടിയവനെ അത് പറയണ്ടത്. വിട്ടുവീഴ്ച അതിന് കൂലി വേറെ ഉണ്ട് കേട്ടോ. അതിന് ആര് കൂലിയുണ്ട്? വിട്ടുവീഴ്ച ചെയ്താൽ അന്ന് വേറെ ദർജ കൊടുക്കും. നമ്മള് ആ പദങ്ങളൊക്കെ പഠിക്കണം. അപ്പോ അതേ പദം ഖുർആനിലുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ 10 മക്കളോട് പറഞ്ഞു. എന്താണ് യൂസുഫ് നബിയുടെ മക്കള്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കള് യാക്കൂബ് നബി കാണിച്ച അക്രമം എന്താ അക്രമം? യൂസുഫ് നബി അലൈഹി ഇസ്ലാം തട്ടിക്കൊണ്ടുപോയി, വേർപെടുത്തി. ഉപ്പയൊക്കെ കരഞ്ഞ് കാഴ്ച പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി. എത്ര വിഷമിച്ചിട്ടുണ്ടാവും. ആ ഉപ്പാനോട് ചെയ്ത് ദ്രോഹമായിരുന്നു. അപ്പൊ അതിന് ഉപ്പ എന്ത് ചെയ്തു? ഉപ്പാണ് പുറത്ത് ഞങ്ങൾ അറിയാണ്ട് ചെയ്താണ്, പറ്റി പറയുമ്പോ ഉപ്പ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമ്മള് കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല. നമ്മൾ ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം എന്ത് ചെയ്യണം? പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്തെങ്കിലും വീഴ്ചയൊക്കെ വന്നാൽ പൊരുത്തപ്പെടണം എന്ന് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പറയണം. നീ പൊരുത്തപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ നിമിഷവാസനോട് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, മുസ്ലിം എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ദുആയിൽ തന്നെ എന്ത് കിട്ടും? അള്ളാഹുവിനക്ക് ആയിഷ അത് പറയില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചുകൂടി രഹസ്യമായി ചെയ്തു, പരസ്യമായി ചെയ്തും, പിന്നെ മുമ്പിൽ വന്നു പിന്നിൽ വന്നു, ഇത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളിലൊക്കെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന് ആയിഷ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ മക്കളോടും അതിന്റെ കുറവല്ല. അത് ഞാൻ ഭാര്യയോട് പോയി ഞാൻ ആരാ സംഭവം? ഞാനാ സംഭവം തന്നെ. പരലോകത്ത് വരുന്നുണ്ടെങ്കിൽ ഭാര്യ അത് മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ തന്നെ. ഇനി വേറെ ഞാൻ ക്ലാസ് പറഞ്ഞു, നബിസ്വല്ലല്ലാഹു ഒരിക്കൽ ക്ലാസ് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബി നിസായിക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്ത് പോകുന്ന സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ്. അപ്പൊ സ്ത്രീകൾ കേൾക്കേണ്ട ഹദീസാണ്. നിങ്ങൾക്ക് സ്വർഗ്ഗത്ത് പോകണം? സൗണ്ടില്ലല്ലോ. എങ്കിൽ അതാ ഹദീസാണ്. സ്വർഗ്ഗത്ത് പോകുന്ന സ്ത്രീകളുടെ സ്വഭാവമാണെന്ന് പറയാൻ പോകും. 3 സ്വഭാവമാണ് പറഞ്ഞത്. അതായത് 3 സ്വഭാവം മാത്രമല്ല അവിടെ. ഒന്ന് അൽ വദൂദ്. വദൂദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി ഭർത്താവിനെ സ്നേഹിക്കുക. എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സ്നേഹിക്കുക. ലെറ്റർ കൊടുക്കാൻ പറ്റും ലെറ്റർ കൊടുത്തോളി. കുറവായ ആരാനും ഉടുപ്പിലെ കുറ്റുള്ളൂ. അടുത്ത വീട്ടിൽ കൊടുക്കുമ്പോഴും വഴിയിൽ വേറെ ആർക്കും പാൽക്കാരൻ കൊടുക്കുമ്പോൾ മീൻകാരൻ കൊടുക്കുമ്പോൾ പ്രശ്നമുള്ളൂ. ഭർത്താവിന് കൊടുക്കുന്ന കുഴപ്പമില്ല, അത് കൊടുക്കണില്ല, അതാ പ്രശ്നം. അത് മുമ്പിൽ വാങ്ങണമില്ല, അതാ പ്രശ്നം. അതിന് മുമ്പ് വാങ്ങിച്ചിരുന്നു, കല്യാണത്തിന് മുമ്പ്. ചോക്ലേറ്റ് കൊടുക്കും, മിഠായി കൊടുക്കും, 5 സ്റ്റാർ കൊടുക്കും. ഇതെങ്ങനെ ആക്കി നിങ്ങൾ 2 കൈ കൊണ്ട്? എന്ത് പ്രശ്നം? ഞാൻ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞേ. ആക്കൂല. അത് നമ്മളെന്ത്? അത് അതിന് മുമ്പ്. ഇപ്പൊ എന്തില്ല? എന്താ? അതാണ് സ്നേഹിക്കുന്നത്. എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സ്നേഹിക്കാം. അൽ വദൂദ്. പിന്നെ അൽ വലൂദ്, ധാരാളം മക്കളുടെ ഉമ്മ. എന്നുവെച്ചാൽ ധാരാളം സന്താനങ്ങളുടെ ഉമ്മയാകുക മക്കൾ. കാരണം അതിന്റെ ഗുണം മക്കളുടെ അമൃത്സാരത്തേക്ക് വരുന്ന നിലക്കാണ്. പിന്നെ പറഞ്ഞു അൽ അഊദ്. അതാണ് നമ്മുടെ അഊദ് എന്ന് പറഞ്ഞാൽ അഊദ് അല്ല, അഊദ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവൾ എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞ ഹദീസില് ശരിക്കും നമ്മൾ പരിശോധിച്ചു. ഹദീസ് വെച്ചാല് ഭാര്യയുടെ ഭാഗത്ത് വീഴ്ച വന്നാലും നീ ഭർത്താവിന്റെ ഭാഗത്ത് വീഴ്ച വന്നാലും ശരി, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല, മനുഷ്യന്മാരൊക്കെ അല്ലേ. എന്നാലും ഭാര്യ എന്ത് പറയും ഭർത്താവിനോട്? കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ പൊരുത്തപ്പെടുന്നവർ തൃപ്തിപ്പെടുന്നവരെ ഞാൻ ഉറങ്ങില്ല എന്ന് പറയും. കൈ കൊടുത്തിട്ട് എന്താ പറഞ്ഞ മനസ്സിലായ? കൈ കൊടുത്തിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരെ ഞാൻ ഉറങ്ങൂല, ഞാൻ കൈ കൊടുക്കാൻ പോകാം എന്ന് പറഞ്ഞാൽ വേറെ കാറ്റഗറി പെടും. അതാണ്. അപ്പൊ പൊരുത്തപ്പെടും വലിയ വിഷയമാണ്. അത് ഭർത്താവിന്റെ ഭാഗത്തും ഞാൻ പറഞ്ഞത് ആ ഹദീസിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പൊ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടാവും. നല്ല വിഷമം ചിലപ്പം ഉണ്ടാവും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിക്കാൻ വേണ്ടി പറയുക, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക, പൊരുത്തപ്പെടാൻ വേണ്ടി പറയുക. കാരണം പല വിഷയം ഇപ്പം എത്രയോ അടിയും തല്ലും വഴക്കും വക്കാണവും പിന്നെ എഴുത്തരം അൽ വദൂദ് അൽ വലൂദ് അൽ അഊദ്. ഐന് വാവിന്റെ മുകളിൽ അംസ്, പിന്നെ വാവ് ദാൽ. അഊദ് ഐന് വാവിന്റെ മുകളിൽ അംസ്, പിന്നെ വാവ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ ക്ലാസ്സിലേക്ക് ലക്ഷ്യം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് വലിയ ഗുണം ഉണ്ടാകും. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ സൂക്ഷ്മം പാലിക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യും. അപ്പൊ നമ്മൾ സംസാരങ്ങളിൽ എന്തെങ്കിലും ഉപയോഗിച്ച് പരസ്പരം അയൽവാസികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്താ ബന്ധപ്പെട്ടുകൊണ്ടേ മരിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ആരൊക്കെ നമ്മൾ ഒരാൾ തെറ്റി, അയാൾ മരിച്ചു, നമ്മൾ മരിച്ചു, ഇത് പിന്നെ അയ്യോ നല്ല കാര്യമില്ല, ഒരു കാര്യമില്ല. നമ്മൾ ആളുകളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, ഇടപെടുകയും അവർ മറ്റൊരു നന്മ കാംക്ഷിക്കുകയും ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞത് പരലോകം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ഉള്ളതിന്റെ സ്വാധീനം നമ്മളിൽ. അപ്പൊ ഈ ക്ലാസ്സൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. ഒരു ക്ലാസ് എന്താ പരലോകത്ത് കൂടിയിട്ട് നമ്മൾ ഇവിടെ വന്നത്, നമുക്ക് എന്തൊക്കെ ഈ സമയത്ത് ചെയ്യാം. അപ്പൊ അതിന് അതേപോലെ ഓരോ നന്മകളും നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാം. എന്നാലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഇസ്തിഗ്ഫാറും തൗബയും അഭിനയിപ്പിക്കുക. കാരണം പരലോക ഭയമുള്ളവരെ എന്ത് ചെയ്യുള്ളൂ, ഇസ്തിഗ്ഫാറും തൗബയും അഭിനയിപ്പിക്കുള്ളൂ. പ്രാർത്ഥിക്കുക. ഒന്നോ ദർശിക്കും. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يوم ترونها تذهل كل مرضعة عما أرضعت. يوم ترونها تذهل كل مرضعة عما أرضعت. عما أرضعت وتضع كل ذات حمل حملها. عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى. وترى الناس سكارى وما هم بسكارى. وترى الناس سكارى وما هم بسكارى. وما هم بسكارى ولكن عذاب الله شديد. وما هم بسكارى ولكن عذاب الله شديد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ജോലിയിലും നമ്മുടെ സമ്പത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും നിയമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതുപെടുന്ന മുസീബത്തുകളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ ഒരുപാട് പേര് രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്. പല കുടുംബത്തിലും അള്ളാഹു ആരോഗ്യം ശിഫയും സഹിക്കാനുള്ള മനക്കരുത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ ആളുകൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, മക്കൾ, അള്ളാഹു അവർക്ക് അവരുടെ മരണാനന്തര ജീവിതത്തെ അള്ളാഹു എളുപ്പമാക്കുകയും അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.